ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നൊരു വിഷയം നമ്മോട് തന്നെ ചോദിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്: എൻ്റെ ഹൃദയം എങ്ങനെയുണ്ട്? കൃപ ചോർന്നു പോകുന്ന ഹൃദയവാൽവാണോ എനിക്കുള്ളത്? ഒരു പ്ലംബർ ഈയിടെ സൂചിപ്പിച്ചൊരു കാര്യം. അദ്ദേഹം വന്ന് ചോദിച്ചു, അച്ഛന് വെള്ളം കിട്ടുന്നുണ്ടോ മുറിയിൽ? ഞാൻ പറഞ്ഞു, എൻ്റെ മുറിയിൽ വെള്ളം വരുന്നുണ്ട്, ഫോഴ്സ് ഇച്ചിരി കുറവാന്നേ ഉള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ടാങ്കിൽ നിന്നുള്ള വാൽവ് കംപ്ലീറ്റ് ഞാൻ അടച്ചതാണ്, പക്ഷേ അടച്ചെങ്കിലും വെള്ളം അവിടെ നിൽക്കുന്നില്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന. വാൽവ് പഴയതാണ്, അത് ലൂസായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് താഴേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെന്തെങ്കിലും ചെയ്ത് അത് ബ്ലോക്ക് ചെയ്താലേ ഉള്ളൂ ബാക്കി പണികൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരുടെ ഹൃദയത്തിൻ്റെ വാൽവിന് ദ്വാരം, ചിലപ്പോൾ കുട്ടികളായിരിക്കാം, ഇനി ഡോക്ടർമാർ ചിലരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതാനും വർഷം കഴിയുമ്പം ചിലപ്പം ആ ദ്വാരം തന്നെ അടഞ്ഞെന്ന് വരും. അപ്പോൾ പിന്നെ നമ്മളൊരു സർജറിക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ഹൃദയവാൽവ് ശരിക്കും അടഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃപ അത് ചോർന്നു പോകാതെ സംഭരിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവകൃപയുടെ ആവശ്യം വെളിപ്പെടുത്തുന്ന വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മത്തായി 19-ാം അധ്യായം 11-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ വിവാഹിതരായിട്ട് ജീവിക്കുന്നതും അവിവാഹിതരായിട്ട് ജീവിക്കുന്നതും എന്തു ആയിക്കോട്ടെ, ഒരു ജീവിതാന്തസ് ഭംഗിയായി അത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് കൃപയാണ്. അതുകൊണ്ടാണ് വചനം പറയുക, കൃപയില്ലാതെ, കൃപ സ്വീകരിക്കാതെ ഇതാർക്കും സാധ്യമല്ല. കൃപ സ്വീകരിച്ചവർക്ക് ഇത് സാധ്യമാണ് എന്നുള്ളത് മത്തായി 19-ന്റെ 11-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 കൊരിന്തോസ് 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ പൗലോസിന് കിട്ടിയ ഒരു ദൈവിക ദൂത്, അവൻ ശരീരത്തിൽ ഒരു മുള്ളനുഭവിച്ച് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ അവനൊരു ദൂത്, ഒരു സന്ദേശം കിട്ടി, നിനക്കെൻ്റെ കൃപ മതി. അതിനുശേഷം പിന്നെ അതേക്കുറിച്ച് ഒരു പരാതി പരിഭവം പറഞ്ഞിട്ടില്ല. ദൈവത്തിൽ നിന്നും ആ ഒരു സന്ദേശം, അതായത് എൻ്റെ കൃപ നിന്നോട് കൂടിയുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. ആ കൃപയുടെ ആവശ്യം, അതാണ് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വചനം എടുത്താൽ, കൃപയിൽ നിലനിൽക്കുന്നവർക്ക് കാരുണ്യം ലഭിക്കും. അപ്പം നമ്മുടെ കൃപ ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃപ ചോർന്നു പോയാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പോലും നമുക്ക് അർഹതയുണ്ടാകത്തില്ല. കൃപയിൽ നിലനിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കും. ഇനി കൃപയില്ലാത്തവരുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, കൃപയില്ലാത്തവരെ ഞാൻ മുറിച്ചു മാറ്റും. അങ്ങനെ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകരുത്. ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ അത് സംഭരിച്ച് കാത്തു സൂക്ഷിച്ച് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൃപയുടെ ഉറവിടം, സോഴ്സ് ഓഫ് ഗ്രേസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. യൂദിത്ത് 7-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ യൂദിത്ത് ദൈവജനത്തെ പ്രോത്സാഹിപ്പിച്ച് ധൈര്യപ്പെടുത്തി മുമ്പോട്ട് നയിക്കുന്ന ഒരു രംഗം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് അവര് നിരാശപ്പെടാതിരിക്കാൻ അവരോട് പറയുന്നത് ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ മേൽ കൃപ വർഷിക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ സാഹചര്യത്തെ നേരിടാൻ, അതിജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് കൃപയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെശയ്യാ 60-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്. പല വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തോടൊപ്പം നീതിയുമുണ്ട്, കരുണയുമുണ്ട്. ആ നീതി മൂലമാണ് പാപത്തിന് ശിക്ഷ വരിക. കർത്താവിൻ്റെ വചനം യെശയ്യാ 60-ന്റെ 10 നമ്മൾ കാണുന്നുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്, എന്നാൽ കൃപ മൂലം, കരുണ മൂലം, ദൈവത്തിൻ്റെ കരുണ മൂലം നമുക്ക് കൃപ അവിടുന്ന് ചൊരിയും. അതാണ് ദൈവം. അവൻ നീതിമാനാണ്, പക്ഷെ കാരുണ്യവാനാണ്. ആ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ കൃപയുടെ ആ ഒരു സാധ്യത, കൃപയ്ക്ക് യോഗ്യത നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സക്കറിയ 11 10-ാമത്തെ വചനം എടുത്താൽ അവിടെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം കയ്യിലേന്തുന്ന ഒരു വടിയാണ് കൃപ. ഒരു വടി പോലെ കർത്താവ് തൻ്റെ കരത്തിൽ വഹിക്കുന്ന ഒരു കാര്യമാണ് കൃപ. അത് ദൈവം ഒടിച്ചാൽ നമുക്ക് നാശമുണ്ടാവും. എപ്പോഴാണ് ദൈവം ഒടിക്കുക? നമ്മൾ ദൈവത്തിനെതിരെ പോകുമ്പോൾ, നമ്മൾ പാപത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ വടി കർത്താവ് ഒടിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നാശം വരും. കൃപയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. കൃപ ലഭിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതാണ്, കൃപ ലഭിക്കാനുള്ള മാർഗം. പ്രഭാഷകൻ 32:14 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുക, കൃപ ലഭിക്കും. ഏർലി മോർണിംഗ് പ്രയർ, അതിരാവിലെ ഉണരുന്നതും പ്രാർത്ഥിക്കുന്നതും കൃപയുടെ നിറവ് ലഭിക്കാൻ നമ്മെ സഹായിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാൻ. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ കൃപ ചോർത്തുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ഹൃദയവാൽവ് ലൂസാക്കുന്ന ചില കാര്യങ്ങൾ. ലൂസായി കഴിഞ്ഞാൽ കൃപ നമ്മളിൽ നിന്നും ഒഴുകിപ്പോകും.
അത് ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരാകും. അശുദ്ധി ദൈവകൃപ ചോർന്നു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് വിദ്വേഷം വെച്ച് പുലർത്താതെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർക്കാണ് ആ കൃപ സൂക്ഷിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ കാര്യം, അഹങ്കാരം കൃപ ചോർത്തും. യാക്കോബ് 4-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, ഗാഡ് ഒപ്പോസസ് ദ പ്രൗഡ്. അഹങ്കാരികൾക്ക് ദൈവം എതിരാണ്. ഇനി അങ്ങനെയുള്ളവരുടെ കൃപ ചോർന്നു പോകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, നമ്മൾ സ്നേഹം ജീവിക്കുന്നവരാകാതെ നിയമം പാലിക്കുന്നവരായി മാറുന്നൊരവസ്ഥ. ചിലർക്ക് ഭയങ്കര നിർബന്ധമാണ് ചില നിയമങ്ങളൊക്കെ, അവര് കൃത്യമായിട്ട് അത് പാലിക്കും, പക്ഷേ സ്നേഹം ജീവിക്കുന്നതിൽ അവർ പരാജയപ്പെടും. അങ്ങനെ നിയമപാലനം രക്ഷിക്കും എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ കൃപ ചോർന്നു പോകും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം എടുത്താൽ തുടർന്ന് വായിക്കുമ്പോൾ 6-ലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. അതാണ് സർവപ്രധാനം. അല്ലാതെ കുറച്ച് നിയമങ്ങൾ പാലിച്ചാൽ ഈ ഒരു രക്ഷ നമുക്കുണ്ടാകണമെന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മത്തായി 9:13 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്. അതിൻ്റെ അർത്ഥം നീ പോയി പഠിക്കുക. അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ നമുക്ക് കൃപ ലഭിക്കാനുള്ള മാർഗങ്ങൾ, കൃപ ചോർന്നു പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ പറ്റും. അതിന് തീരുമാനമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.